ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഡേറ്റാസ് അത്യാവശ്യം നല്ലതായിരുന്നു. നാസ്ഡാക്ക് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റെല്ലാം വളരെ ഗുഡാണ്. അതിൻ്റെ റീസൺ ജെമിനിയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ജെമിനി ആണ്, നമ്മുടെ ഗൂഗിളിൻ്റെ ആണ്. അത് കാരണം ഗൂഗിള് ഓൾമോസ്റ്റ് 6% മേളിൽ അപ്പാണ്, എൻവിഡിയ അപ്പാണ്. സോ ദാറ്റ് US മാർക്കറ്റ്സ് അത്യാവശ്യം ഗെയിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ മൊമെൻറ്റം നമ്മുടെ മാർക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT സെക്ടറിൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ TCS ഒക്കെ സ്റ്റിൽ ഹോൾഡിംഗ് ആണ് അല്ലേ, സ്റ്റോക്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു പേടി വരാറുണ്ട്, എന്നിട്ട് വീണ്ടും അത് മാറുന്നതായിട്ട് കാണാറുണ്ട്. സോ തിരിച്ച് വീണ്ടും അത് മാറിയിട്ട് വീണ്ടും സ്റ്റോക്സിലേക്ക് വീണ്ടും ബൈയിങ് മൊമെൻറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇന്നലെ ഒരു വലിയൊരു വീഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. വീഴ്ചയല്ല, അതിൻ്റെ പേര് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് എല്ലാവരും ബുക്ക് ചെയ്യുന്നത് കാരണം കുറച്ച് പേര് ജെന്യുവനായിട്ടുള്ള ആൾക്കാർ കൂടെ അതിനകത്ത് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കടക്കാം. ഒന്ന്, ലാസ്റ്റ് ഡേ നമ്മുടെ പുതിയ ബാച്ചിനകത്ത് ഒരു ക്യാൻഡിൽസിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 3 ക്യാൻഡിൽ പാറ്റേൺസിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ഈവനിങ് സ്റ്റാർ പാറ്റേൺസ്, മോർണിംഗ് സ്റ്റാറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ലിറ്ററലി അത് തന്നെയാണ് സംഭവിച്ചത്. ഈവനിങ് സ്റ്റാർ എന്നുള്ളൊരു പാറ്റേൺ ആണ്. മാർക്കറ്റ് ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് സപ്പോർട്ടിൽ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ വെച്ചിട്ട് ആ സപ്പോർട്ടിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോ ബ്രേക്കിങ്ങിനകത്ത് അതിനകത്ത് നല്ലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു ട്രാവലിൽ ആയിരുന്നു. അപ്പോൾ ട്രാവലിനിടയിൽ ചാർട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കുറച്ച് നാട്ടിൻപുറത്തിന് ഉള്ളിലൂടെ, അതും മറ്റൊരു സ്റ്റേറ്റിലൂടെ ഓടിക്കുന്ന സമയത്ത് അവിടെ റിലയൻസിന് അത്ര നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു ടവറല്ല ഉള്ളത്. അത് കാരണം മാർക്കറ്റ് വീഴുമ്പോഴും പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതായിരുന്നു ക്യാൻഡിൽ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. ഇതൊരു 3 ക്യാൻഡിൽ പാറ്റേൺ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 26,100 താഴെ ഈ ക്യാൻഡിലിൻ്റെയും ലോ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ അകത്ത് നല്ലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റിയുടെ ടാർഗറ്റ് ഒന്നും ഹിറ്റ് ചെയ്യാണ്ട് തൊട്ടടുത്ത 26,000 to 26,960 സ്ഥിരം പറയുന്ന ലെവലാണ് അല്ലേ, ആ ഒരു ലെവലിലേക്ക് വന്നു. അത് ഒന്ന് ജസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഇനി ഇത് മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് 720 ഉണ്ട്, 880 ഉണ്ട്. 880 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. മിക്കവാറും ഫ്ലാറ്റായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. 26,000 ഈ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഒരു 960 970 റേഞ്ചിലാണെങ്കിൽ ഇതിൻ്റെ ലോ മാർക്കറ്റ് ഇനി താഴേക്ക് വീഴുകയാണെങ്കിൽ 880 to 800 ആണ് അതിൻ്റെ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് ഇതൊന്നുകിൽ താഴേക്ക് പോവാം. ഈ റീടെസ്റ്റ് ചെയ്യാണ്ട് പകരം തിരിച്ച് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലുകൾക്ക് മേളിലാണ്, 26,020 മേളിലാണ് എന്നുണ്ടെങ്കിൽ സ്ലോലി മൊമെൻറ്റം ടു 26,100 അവരുടെ ഫർദർ അപ്സൈഡിലേക്കുള്ള ഒരു സാധ്യത വരുന്ന സിറ്റുവേഷനിലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസസ് അല്ല, ഇതിനകത്ത് നിൽക്കുന്ന ട്രേഡേഴ്സ് ഡിസൈഡ് ചെയ്യും. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, DA തീരുമാനിക്കും മാർക്കറ്റ് കയറണോ വേണ്ടയോ എന്നുള്ളത്, FI തീരുമാനിക്കും മാർക്കറ്റ് വീഴണോ വേണ്ടയോ എന്നുള്ളത്. സോ അതിനനുസരിച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പയറി എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാർക്കറ്റ് അത്യാവശ്യം വോളറ്റൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ലെവൽസ് കൃത്യമായിട്ട് ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ക്രൂഡ് ഓയിൽ കുറച്ച് ഒരു ഡബിൾ ബോട്ടം, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഓർ ഒരു ഡബിൾ ബോട്ടം വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 25-44 അതിന് മേളിൽ എത്തിയിട്ടില്ല. അതിന് മേളിലെത്തിയിട്ട് നമുക്ക് മേളിലോട്ട് വെക്കാം. 44-നോ 64-നോ മേളിലൊക്കെ എത്തിയിട്ട് അതിന് നമുക്ക് ബൈയിങ് മൊമെൻറ്റം നമുക്ക് ഈ ഒരു ബോക്സ് റേഞ്ചിന് മേളിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്രൂഡ് ഓയിലിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് താഴെ 200-196 താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ
ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആലോചിക്കാം ഈ ഒരു ലെവലിലേക്കായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് മേളിലേക്ക് കയറിപ്പോയാലും ഈ ഒരു ഏരിയയിലായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നല്ല സ്റ്റോക്കുകൾ ആക്ച്വലി മാർക്കറ്റ് ഇൻഡെക്സ് അനങ്ങുന്നുണ്ടെങ്കിലും സ്റ്റോക്സിൽ ലിറ്ററലി ഒരു മൂവ്മെൻറ്റും ഇല്ല. അപ്പോൾ HDFC ബാങ്കും റിലയൻസ് ഇൻഫോസിസും മാത്രമായിട്ടാണ് ഇൻഡെക്സിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല. സോ ലിറ്ററലി വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ആ ഒരു ലാർജ് ക്യാപ്പിലാണെങ്കിലോ മിഡ് ക്യാപ്പിലാണെങ്കിലോ ആ ഒരു മൊമെൻറ്റം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.